السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، له الحمد الحسن والثناء الجميل، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وهدى ورحمة وسدادا يا رب العالمين. അൽഹംദുലില്ലാ, അള്ളാഹു തആലയുടെ മഹത്തായ അനുഗ്രഹത്താല് അൽഹംദുലില്ലാ നമ്മൾ ഓരോരുത്തരും റമളാനിന്റെ ദിവസങ്ങളിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു തആല നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചതിനേക്കാളേറെ ലസ്സത്തോടു കൂടി അതിന്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് തന്നെ റമളാനിനെ പൂർത്തിയാക്കാനും, റമളാൻ കൊണ്ട് എന്താണോ നമ്മൾ ഓരോരുത്തരും ലക്ഷ്യം വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നേടേണ്ടത്, അത് നേടാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നലെ നമ്മൾ അൽഹംദുലില്ലാ നമ്മളൊക്കെ എന്നും ഓതാറുള്ള അല്ലെങ്കിൽ പാരായണം ചെയ്യാറുള്ള രണ്ടായത്തുകൾ, അതിലെ ദുആകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതിൽ ചെറിയൊരു കാര്യം കൂടെ അതിന്റെ കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കണം എന്ന് തോന്നി. അഥവാ ആ ഒരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ പറ്റും, റബ്ബന എന്ന് വിളിച്ചുകൊണ്ട് ആണ് എന്താണ് അവിടെ ദുആ ചെയ്യുന്നത്. ശരിക്കും ഈ റബ്ബന എന്നുള്ള ഈ ഒരു വാക്ക്, അഥവാ റബ്ബ് എന്നുള്ള അള്ളാഹു തആലയുടെ റബ്ബ് എന്നുള്ള നാമം, അതില് എല്ലാം ഉൾക്കൊണ്ടു എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അഥവാ നമ്മൾ റബ്ബന എന്ന് അള്ളാഹു തആലയെ വിളിക്കുമ്പോൾ തന്നെ അതില് നമ്മൾ അള്ളാഹിനോട് പറയാണ്, റബ്ബേ, നീയാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്, ഞങ്ങളെ പരിപാലിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഈ ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവെ എന്ന് നമ്മൾ അള്ളാഹിനെ വിളിക്കുക. അഥവാ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വരുന്നൊരു വാക്കാണിത് റബ്ബ് എന്നുള്ളത്. അതുകൊണ്ടാണ് അധിക പ്രവാചകന്മാരുടെയും ദുആകൾ നമുക്ക് കാണാൻ പറ്റും റബ്ബി അല്ലെങ്കിൽ റബ്ബന എന്ന് വെച്ച് തുടങ്ങുന്നത്. അപ്പം നമ്മൾ നോർമലി ദുആ ചെയ്യുന്നതിനേക്കാളും ഒന്നുകൂടെ നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള ദുആ കൂടെയാണ് എന്ത്, റബ്ബന എന്ന് തുടങ്ങുന്ന അല്ലെങ്കിൽ റബ്ബി എന്ന് കൊണ്ട് തുടങ്ങുന്ന ദുആകള്. അപ്പൊ അത് നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കി അള്ളാഹു തആലയുടെ ആ ഒരു റബ്ബ് എന്നുള്ള നാമത്തെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും പരിശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ നമ്മൾ അൽഹംദുലില്ലാ നമ്മൾ ഓരോരുത്തരും ഓരോ ദുആകൾ പഠിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ നമ്മൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ്, നാളെ സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ടാണ്, റബ്ബിന്റെ അടുത്ത് നല്ല അജ്ർ ആഗ്രഹിച്ചിട്ടാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ അടുത്ത് നിന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ കുറച്ച് സമയം നമുക്കൊരു ലജ്ജത്ത് കിട്ടും, അല്ലെങ്കിൽ ഒരു ആസ്വാദനം ഉണ്ടാകും, പിന്നെ നമ്മുടെ ശ്രദ്ധ മാറും, പല ചിന്തയിലേക്കാവും. എന്തുകൊണ്ടാണ് നമുക്ക് ആ സഹാബാക്കളും താബിഈങ്ങളും അല്ലെങ്കിൽ പ്രവാചകന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ ആസ്വദിച്ചതുപോലെ, അല്ലെങ്കിൽ അവരൊക്കെ അറിഞ്ഞതുപോലെ ഈ ദീനിനെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ഒരു ലജ്ജത്ത് നമുക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റാത്തത്? അഥവാ നമ്മൾ ഇത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ആ റബ്ബിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അറിയണം, ആ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഇബാദത്തുകളില് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതിനുള്ള ഒരു മാധുര്യം നമുക്ക് ലഭിക്കുക. അപ്പൊ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട, നമ്മൾ ഏറെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അത് നമുക്ക് എത്ര പ്രയാസം സഹിച്ചിട്ടാണെങ്കിലും നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകും. എന്നാൽ അള്ളാഹു തആല പറഞ്ഞ ഒരു കാര്യം, അതല്ലെങ്കിൽ നമുക്ക് സ്വർഗം കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്ത കാര്യം, അതല്ലെങ്കിൽ നരകത്തു നിന്ന് രക്ഷ കിട്ടുമെന്ന് നമ്മളോട് ഉറപ്പു പറഞ്ഞ കാര്യം, ആ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് മടിയാവാണ്, അല്ലെങ്കിൽ നമുക്ക് വയ്യായിക വരാണ്, നമുക്ക് പ്രയാസമാവാണ്, നോമ്പാണ്, ക്ഷീണാണ്, അങ്ങനെ കുറേ എക്സ്ക്യൂസുകൾ നമ്മുടെ മുന്നിൽ വരാം. ശരിക്കും
സുബ്ഹാനല്ലാഹ്, വെറും സൃഷ്ടികളായ അള്ളാഹു തആലയുടെ അബ്ദുകളായ അടിമകളായ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ നമ്മുടെ പല എനർജികളും, നമ്മുടെ ഫുൾ എനർജി നമ്മൾ കളയുന്നുണ്ട്. പിന്നെ ഒരു നോമ്പ് തുറ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ ഏറ്റവും നല്ല വിഭവം ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ അന്ന് ഉറങ്ങൂല, അന്ന് നമ്മൾ റെസ്റ്റ് എടുക്കൂല, അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കും. എന്നാൽ സ്വർഗം കിട്ടുന്ന കാര്യമാണ്, നരകത്തു നിന്നുള്ള രക്ഷയാണ്. ഒരു 2 റക്അത്ത് അധികം കുറച്ച് സമയം ഒന്ന് ഉറക്ക് മാറ്റി വെച്ച് ആ ഒരു ഇതിനു വേണ്ടി കാത്തു നിൽക്കുക എന്നുള്ളത് ഇന്ന് നമുക്ക് പലർക്കും പ്രയാസം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ റബ്ബിനെ നമ്മൾ ശരിക്കും അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഈ ഒരു റമദാനില് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ റബ്ബിനെ നമ്മൾ അറിയാൻ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പൊ നമ്മളത് ഉപയോഗപ്പെടുത്തണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. റബ്ബിനെ അറിഞ്ഞ് ആ ഇബാദത്തിന്റെ ആസ്വാദനം ലജ്ജത്ത് ആസ്വദിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ബറക്കല്ലാഹു ഫീക്കും. അപ്പൊ നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ് ഇന്ന് എല്ലാവരും ഫജർ നിസ്കരിച്ചിട്ടായിരിക്കും ഈ ഒരു ക്ലാസ്സിലൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അല്ലാഹു തആല നമസ്കാരത്തെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞത് കാണാൻ പറ്റും. എന്താണ്? വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. അഥവാ എന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അഥവാ അല്ലാഹു തആലയെ ഓർമ്മിക്കുക എന്നുള്ളതാണ് എന്ത് നിസ്കാരത്തിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഇന്ന് നമ്മളിൽ പലരും, ഈ പറയുന്ന ഞാനടക്കം, നമ്മുടെ നിസ്കാരത്തില് അള്ളാനെ ഓർമ്മിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് നമ്മൾ ചിലപ്പോൾ സലാം കിട്ടുമ്പോഴാണ് ആ നിസ്കാരം കഴിഞ്ഞല്ലേ എന്ന് നമ്മൾ അറിയുന്ന ഒരു അവസ്ഥ. ആ രീതിയിലേക്ക് നമ്മുടെ നമസ്കാരങ്ങൾ മാറിയിരിക്കണല്ലേ. ശരിക്കും അതിനുള്ള പരിഹാരം, പൂർണ്ണമായിട്ട് അതിനുള്ള പരിഹാരം എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതിനുള്ള ഏറ്റവും വലിയ പരിഹാരം തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ റബ്ബിനെ അറിയുക, റബ്ബിനെ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാഹു തആല എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മുന്നേ അറിഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. എന്താണ്? അല്ലാഹു തആലയുടെ അസ്മാകളിലൂടെ. അത് വെറുതെ കാണാതെ റഹ്മാൻ റഹീം അൽ മലിക് അൽ ഖുദ്ദൂസ് എന്നിങ്ങനെ കാണാതെ പഠിക്കുന്നതിലാണോ? അല്ല, അത് ഇഹ്സാ ചെയ്യാനാണ് പറഞ്ഞത്. അഥവാ അതിന്റെ ആശയം മനസ്സിലാക്കി അതിലെന്താണ് ഉൾക്കൊള്ളുന്നതെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി അത് ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പോഴാണ് നമുക്ക് റബ്ബിനെ ശരിക്കും അറിയാൻ പറ്റുക. അപ്പൊ അങ്ങനെ നമുക്കൊരു പരിഹാരം കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഈ നിസ്കാരത്തിൽ എന്താണ് നമ്മൾ ചൊല്ലുന്നത്, എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതിന്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കി ചൊല്ലുമ്പോൾ ഏറെക്കുറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ശ്രദ്ധ കിട്ടും. അഥവാ അടിമയും ഉടമയും തമ്മിലുള്ള ഒരു മുനാജാത്താണ്. റബ്ബും സിലത്തും ബൈനൽ അബ്ദി വ റബ്ബുഹു എന്നാണ്. അഥവാ അള്ളയും അവന്റെ അടിമയും തമ്മിലുള്ള ഒരു ബന്ധം ചേർക്കലാണ് നിസ്കാരം. അഥവാ നമ്മള് നിസ്കാരത്തിൽ അല്ലാഹു തആലയോട് സംസാരിക്കാണ്. അപ്പൊ നമ്മൾ എന്താണ് ഈ റബ്ബിനോട് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചൊല്ലുമ്പോൾ ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ നിസ്കാരത്തിൽ ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റും. അല്ലാഹു തആലയെ ഓർക്കാതെയുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മുനാഫിഖിന്റെ നിസ്കാരമാണ്. സൂറത്തു നിസായിലെ ഒരു ആയത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇല സ്വലാത്തി ഖാമൂ കുസാലാ യുറാഊന الناس ولا يذكرون الله إلا قليلا. എന്താണ് പറയുന്നത്? അഥവാ നിശ്ചയമായും മുനാഫിഖീങ്ങൾ അവരെന്താണ്? യുഖാദിഊന അല്ലാഹ്, അവർ അല്ലാഹു തആലയെ വഞ്ചിക്കാൻ നോക്കാണ്. പക്ഷെ എന്താണ്? വഹു ഖാദിഅ, ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ്? അള്ളാഹു അവയാണ് വഞ്ചിക്കുന്നത്. എന്നിട്ട് അവരെ കുറിച്ച് പറയുന്നത് എന്താണ്? വഇദാ ഖാമൂ ഇല സ്വലാത്തി ഖാമൂ കുസാല. നിസ്കാരത്തിന് വേണ്ടിയിട്ട് നിന്നാൽ അവരെന്തായിരിക്കും? മടിയന്മാരായിട്ട്, അലസന്മാരായിട്ടാണ് നിസ്കാരത്തിന് വേണ്ടിയിട്ട് നിൽക്കുക. അതുപോലെ തന്നെ എന്താണ്? യുറാഊന നാസ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ നിസ്കരിക്കുന്നുണ്ടാവുക. എന്നിട്ട് അവസാനം പറഞ്ഞ കാര്യമാണിത്, വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. അല്ലാഹു തആല അവര് വളരെ കുറച്ച് മാത്രം എന്താക്കുള്ളൂ? ഓർമ്മിക്കുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ നമസ്കാരത്തെ കുറിച്ച് ചിന്തിക്കുക. ഇന്നത്തെ ഫജ്ർ എങ്ങനെയാണ് ഞാൻ നിസ്കരിച്ചത്? റബ്ബിനെ പറ്റിയുള്ള ചിന്ത അതിൽ കൂടുതലാണോ കുറവാണോ? ഒരു മുനാഫിഖിന്റെ നിസ്കാരം പോലെ ആണോ? എന്താണ് അത്താഴം കഴിഞ്ഞ് ബാങ്ക് കൊടുക്കുന്നവരെ വെയിറ്റ് ചെയ്ത് ഉറക്ക് വന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കണ്ടേ എന്നിങ്ങനെ വിചാരിച്ച ആ ഒരു മടിയന്മാരായിട്ട് ആണോ നമ്മൾ നിസ്കരിക്കുന്നത്? അല്ലെങ്കിൽ ആ നോമ്പൊക്കെ എടുത്തിട്ട് പിന്നെ നിസ്കരിക്കാതെ ഉറങ്ങാന്ന് പറഞ്ഞാല് ആൾക്കാരെന്താ പറയാ?
എന്നുള്ള ചിന്തയിൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമ്മുടെ നിസ്കാരം മുനാഫിഖിന്റെ നിസ്കാരമായിട്ടുണ്ടോ എന്നാണ്. അപ്പം ഇവിടെ മെയിൻ പോയിന്റ് എന്താണ്? അല്ലാഹു തആലയെ ഓർമ്മിക്കുക. അള്ളാഹിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അഥവാ നിശ്ചയമായും നിസ്കാരം എന്നുള്ളത് എന്താണ്? ഫഹ്ശാഇൽ നിന്നും മുൻകറിൽ നിന്നും അഥവാ മോശമായ കാര്യങ്ങളിൽ നിന്നൊക്കെ എന്താവും? നമ്മളെ തടയും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ നിസ്കാരത്തിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. അഥവാ ഒന്നാമതായിട്ട് നമ്മൾ കൂടുതലായിട്ട് അല്ലാഹു തആലയെ ഓർമ്മിക്കുക. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ള മോശമായ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. ഇതാണ് അല്ലാഹു തആല നമ്മുടെ നിസ്കാരത്തിലൂടെ നമ്മളിൽ ലക്ഷ്യം കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ നിസ്കാരത്തിൽ വരുന്നില്ല, അല്ലെങ്കിൽ നിസ്കാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിസ്കാരം അതെന്തായിട്ടില്ല? അത് പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. നിസ്കാരം ശരിയായിട്ടില്ല, ബാത്തിലാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവരുടെ നിസ്കാരത്തിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക. അല്ലാഹു തആല നമുക്ക് എളുപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമ്മള് ഖുർആൻ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കൈകെട്ടി അല്ലാഹു അക്ബർ എന്ന് പറയും. പലരും വജ്ജഹത്തു വജ്ഹിയ ലില്ലദി എന്ന് നമ്മൾ ചൊല്ലാറുണ്ട്. അതൊക്കെ എന്താണ്? ചൊല്ലിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ചിലപ്പോൾ നിസ്കാരത്തിന് ശേഷം നമ്മൾ ഒന്നുകൂടെ യൂ ടേൺ എടുത്താൽ ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, അല്ലെ? വജ്ജഹത്തു വജ്ഹിയ ലില്ലദി ഫത്റ സമവാത്ത് അങ്ങനെയൊന്നും പോക്കാണ്. അതൊന്നും മെല്ലെ ചൊല്ലണം. നിസ്കാരത്തിൽ അല്ലാത്ത സമയത്ത് നമ്മളോട് മെല്ലെ ചൊല്ലണം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആ കൈ കെട്ടിയിട്ടൊന്ന് നിൽക്കണം. എന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് മെല്ലെ ചൊല്ലാൻ പറ്റില്ല. ആ ഒരു സ്പീഡ് ചൊല്ലിയാലേ ചിലപ്പോൾ തെറ്റാതെ നമുക്ക് ചൊല്ലാൻ പറ്റുള്ളൂ. കാരണം നമ്മളതൊരു നമ്മുടെ ഒരു ആദത്തായി മാറി, ഒരു ശീലമായി മാറി. ഇനി നമ്മൾ അതിൽ നിന്നും മാറ്റണം. നമ്മുടെ ലൈഫിനെ നമ്മൾ എന്താക്കണം? ആ രീതിയിൽ നിന്ന് നമ്മൾ മാറ്റം വരുത്തണം. നമ്മുടെ നിസ്കാരങ്ങൾ അത് നമ്മൾ കൂടെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ റബ്ബിനോടുള്ള സംസാരമാണെന്നുള്ള ചിന്തയോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും അതിലേക്ക് പ്രവേശിക്കേണ്ടത്. അപ്പൊ ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്കറിയാം ദുആഉൽ ഇസ്തിഫ്താഹ് അഥവാ പ്രാരംഭ പ്രാർത്ഥനകൾ ഒരുപാടുണ്ട്. നമ്മൾ നമ്മുടെ കഴിഞ്ഞ വയസ്സിലും പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. അപ്പൊ അതില് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട്, അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ നിന്നാല് കുറച്ച് സമയം ഒന്നും മിണ്ടാതിരിക്കും. സക്കത്ത ഹുനയ്യ എന്നാണ് പറയുന്നത്. അഥവാ മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞാല് പുറത്തേക്ക് സൗണ്ട് ഒന്നും കേൾക്കൂല, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ചൊല്ലുന്നുണ്ട്. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാണത്, യാ റസൂലല്ലാഹ്, എന്താണ് തക്ബീറിനും ഖിറാഅത്തിനും അഥവാ ഫാത്തിഹ ഓതുന്നതിന്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത്? കുറച്ചു നേരം അനങ്ങാതെ ഇരിക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് എന്താണ് ചൊല്ലുന്നത് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഖൂലു അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായായ കമാ ബാഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് اللهم نقني من خطاياي كما ينقى الثوب الأبيض من الدنس اللهم اغسلني من خطاياي بالماء والثلج والبرد വേറെ റിപ്പോർട്ടിൽ بالثلج والماء والبرد എന്നും കാണാൻ പറ്റും. അത് വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. ഓക്കെ, ബറക്കല്ലാഹു ഫീക്കും. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അല്ലാഹുമ്മ ബാഇദ് ബൈനി, അല്ലാഹുവേ ബാഇദ്, അല്ലാഹുമ്മ യാ അല്ലാഹ്, ബാഇദ് അകറ്റണമേ. എന്താണ് അകറ്റണത്? ബൈനി വബൈന ഖത്വായ, എന്നെയും എന്റെ പാപത്തിന്റെയും ഇടയിൽ നീ എന്ത് ചെയ്യണമേ? ഒരു അകലം വെക്കണമേ. എങ്ങനെയുള്ള അകലം? സുബ്ഹാനല്ലാഹ്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കമാ ബാഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്ക് പടിഞ്ഞാറിന്റെ ഇടയിൽ എത്ര അകലം വെച്ചിട്ടുണ്ടോ, അത് രണ്ടും എത്ര വിദൂരത്താണോ, അതുപോലെ എന്നെയും എന്റെ പാപത്തെയും നീ എന്താക്കണമേ? അകറ്റണമേ. അഥവാ അത്രയും നമുക്കറിയാം, കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ രണ്ടറ്റത്താണല്ലേ, ഒരിക്കലും യോജിക്കാത്ത രണ്ട് അറ്റങ്ങളാണ്. അതുപോലെ ഞാനും എന്റെ പാപങ്ങളും എന്താക്കണമേ? അതുപോലെ അകറ്റണമേ എന്നാണ് നമ്മൾ പറയുന്നത്.
അത് ഇതിന്റെ ഒരു ആശയമായിട്ട് വരും. അതല്ലെങ്കിൽ അതുപോലെ അത്രയും ദൂരം അല്ലെങ്കിൽ അത്രയും എൻ്റെ പാപങ്ങൾ എനിക്ക് പുറത്തു തരണമേ എന്നും ഇതിനാശയം വരുന്നുണ്ട്. എന്ത് തന്നെ ആയാലും രണ്ട് രീതിയിലാണെങ്കിലും നമ്മുടെ പാപങ്ങളും നമ്മളും തമ്മിലുള്ള ഒരകലം, അഥവാ ഇനി ഒരിക്കലും ആ പാപത്തിലേക്ക് തിരിച്ചു പോവാത്ത രീതിയിൽ റബ്ബെ എന്നെ നീ ആ പാപങ്ങളിൽ നിന്ന് എന്നെ അകറ്റണമേ. എന്നിട്ട് വീണ്ടും വിളിക്കണം, അല്ലാഹുമ്മ നഖ്ഖിനി, അള്ളാഹു നീ എന്നെ വൃത്തിയാക്കണമേ അല്ലെങ്കിൽ ശുദ്ധിയാക്കണമേ. എന്തിൽ നിന്ന്? മിൻ ഖത്തായായ, എന്റെ പാപങ്ങളിൽ നിന്ന്. എങ്ങനെ ശുദ്ധിയാക്കണമേ? അതോ വെറും എന്നെ ശുദ്ധിയാക്കണേ എന്നല്ല പറയുന്നത്. കമാ യുനഖ്ഖ തൗബുൽ അബ്യദു മിനൽ ദനസ്, അഥവാ വെള്ള വസ്ത്രം അഴുക്കിൽ നിന്ന് എങ്ങനെ ശുദ്ധിയാകുന്നു അതുപോലെ. നമുക്കറിയാം, വെള്ള ഡ്രസ്സിൽ എന്തെങ്കിലും കറ ഉണ്ടായാൽ അത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് നമ്മൾ നല്ല വൃത്തിയായി, ഇനി ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ക്ലോറക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വൃത്തിയാക്കുകയാണെങ്കിൽ പുതിയത് വാങ്ങിയതിനേക്കാളും ചിലപ്പോൾ എന്തുണ്ടാവും, ഒരു പുതുക്കുണ്ടാവും നമ്മൾ അത് അലക്കി കഴിഞ്ഞാൽ. അപ്പൊ അതുപോലെ, അഥവാ പാപങ്ങൾ ചെയ്തു പോയി, പക്ഷെ അതെങ്ങനെ വൃത്തിയാക്കാനാണ് പറഞ്ഞത്? വെള്ള വസ്ത്രം അഴുക്കിൽ നിന്ന് നമ്മൾ എങ്ങനെ വൃത്തിയാക്കുന്നു അതുപോലെ. അഥവാ അത് വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ വൃത്തി അവിടെ നമുക്ക് കാണണം. അപ്പൊ ബാക്കിയുള്ള വസ്ത്രങ്ങൾ എന്തുകൊണ്ട് അവിടെ ഉപയോഗിച്ചില്ല? കാരണം നമുക്കറിയാം, മറ്റു നിറങ്ങളാവുമ്പോൾ അതിൽ അഴുക്കുണ്ടായതും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റൂല, അത് വൃത്തിയാക്കിയാലും അത് ആദ്യം എങ്ങനെയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ആയിരിക്കും, വലിയ വ്യത്യാസം ഒന്നും. പക്ഷെ വെള്ള വസ്ത്രത്തിൽ ഒരു കറ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും, അത് വൃത്തിയായാൽ അത് അവിടെ നല്ല ഭംഗിയിൽ കാണാനും പറ്റും. അതുപോലെ എന്നെ നീ ശുദ്ധിയാക്കണമേ, എന്നെ വൃത്തിയാക്കണമേ എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയണത് അല്ലാഹുമ്മ ഗസിൽനി, വീണ്ടും പറയാണ് അല്ലാഹു നീ എന്നെ കുളിപ്പിക്കണമേ, അതല്ലെങ്കിൽ എന്നെ ശുദ്ധിയാക്കണമേ എന്ന് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ മിൻ എന്നാണ്, മിന എന്ന് ഹർക്കത്ത് എന്താണ് സ്ലൈഡിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്കാണ്. മിൻ ഖത്തായ, അഥവാ എൻ്റെ പാപങ്ങളിൽ നിന്നും, ബിസ്സൽജി വൽ മാഇ വൽ ബറദ്. അസ്സൽജ് എന്ന് പറഞ്ഞാൽ ആലിപ്പഴം, മാ വെള്ളം, അൽ ബറദ് എന്ന് പറഞ്ഞാൽ മഞ്ഞ്. അഥവാ നമുക്കറിയാം, ഈ ആലിപ്പഴം, ഈ മഞ്ഞ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ട്, ഒരു കുളിരുണ്ടല്ലേ. പ്രത്യേകിച്ച് നമുക്കാരും മഞ്ഞ്, നമ്മള് രാവിലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ ആ ഒരു മഞ്ഞുണ്ടെങ്കിലും ഒരു മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു കുളിർമയാണ്. സുബ്ഹാനല്ലാഹ്. ഇനി ആലിപ്പഴം നമ്മുടെ നാട്ടിൽ നമുക്ക് പൊതുവെ ലഭിക്കാത്തതാണ്. നമ്മളത് കാണുമ്പോൾ, അഥവാ ഐസിന്റെ കട്ട അതിങ്ങനെ ആകാശത്തുനിന്ന് വീഴുന്ന ഒരു സന്ദർഭം, അതൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു കുളിർമയാണ്. അപ്പൊ നമ്മുടെ മനസ്സിനും ശരീരത്തിനും കുളിരേകുന്ന രീതിയിൽ എന്റെ പാപങ്ങളിൽ നിന്നും മുക്തമാക്കണമേ എന്നാണ്. അഥവാ നമ്മൾ ആ പാപങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സൊക്കെ നമുക്കറിയാം, പാപങ്ങൾ ചെയ്യുമ്പോൾ മനസ്സെന്താവും, ഹൃദയം കടുത്തു പോകും. അപ്പം ആ ഒരു കാഠിന്യത്തിൽ നിന്നൊക്കെയും എന്നൊന്ന് കൂളാക്കുക, എന്നെ ഒന്നൊന്ന് ശുദ്ധിയാക്കുക. അഥവാ മൂന്നും എന്താണ്, ഒരേ ഇനത്തിൽപ്പെട്ടതാണ്, സെൽജും മാവും ബറദൊക്കെയും. പക്ഷെ മൂന്നും പ്രത്യേകം എടുത്തു പറഞ്ഞത് ആ ഒരു മനസ്സിനും ശരീരത്തിനും ഒരു കുളിര് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു തണുത്ത്, ആ ഒരു എന്താ പറയാ, ഐസും കട്ട എന്ന് പറയാൻ പറ്റൂല, അതൊരു എന്താ പറയാ, നമുക്ക് സന്തോഷമേകുന്ന ആ രീതിയിൽ നമ്മൾ എന്താക്കണം, അതിൽ നിന്നൊക്കെ, എൻ്റെ പാപത്തിൽ നിന്നൊക്കെ മോചിപ്പിക്കണമേ എന്ന് ആണ് എന്ത് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നിസ്കാരം തുടങ്ങാണ്, നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. തുടക്കത്തിൽ തന്നെ റബ്ബിനോട് ഇതൊക്കെ പറഞ്ഞ് ആ കൈകെട്ടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആശ്വാസം. അഥവാ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യും, മനുഷ്യന്മാരെന്താണ് തെറ്റ് ചെയ്യുന്നവരാണ്, കുല്ലു ബനി ആദമ ഖത്താഊൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഉത്തമരാരാണ്? അത്തവ്വാബീൻ, അഥവാ തൗബ ചെയ്യുന്നവരാണ്, തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. മനുഷ്യന്മാരെ കുറിച്ച് എന്താണ് പറയുന്നത്? ഖുലിഖൽ ഇൻസാന ദഈഫ, അവരെ ദഈഫായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അഥവാ നമ്മൾ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തു പോയി, സ്വന്തത്തോടെ അതിക്രമം ചെയ്തു പോയി. പക്ഷെ അവിടെ സ്വർഗാവകാശികളുടെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞെന്താണ്, അങ്ങനെ അവർ ചെയ്തു പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അള്ളാഹിനെ ഓർമ്മിക്കും. അള്ളാഹിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്നിട്ട് അള്ളാഹിനോട് ഇസ്തിഗ്ഫാറിനെ തേടും, പാപമോചനത്തിന് തേടും. നമ്മുടെ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ റബ്ബിനോട് ചോദിക്കുകയാണ്, എനിക്കിതൊക്കെ പുറത്ത് തരണമേ റബ്ബേ, എന്നെ നീ ശുദ്ധിയാക്കണമേ, എന്നെ പ്യുവർ ആക്കണമേ, എനിക്ക് ആ ഒരു കുളിര് തരണമേ. സ്വലാസ്ലം പറഞ്ഞിട്ടുണ്ട്, എന്റെ കൺകുളിർമ നിസ്കാരത്തിലാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട്
അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ചൊല്ലുമ്പോൾ നമ്മുടെ നിസ്കാരവും നമുക്ക് ആ ഒരു കൺകുളിർമയേകുന്ന നിസ്കാരമാകാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മള് ചില ഹദീസിന്റെ ആശയത്തിൽ കേട്ടിട്ടുണ്ടല്ലോ, ഒരാള് 5 നേരം ഒരു പുഴയിൽ പോയി കുളിക്കുമ്പോൾ എപ്രകാരം ശുദ്ധിയാകുന്നു, അതുപോലെയാണ് 5 നേരത്തെ നിസ്കാരം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പല റിപ്പോർട്ടുകളും കേട്ടിട്ടുണ്ട്. ശരിക്കും നമ്മുടെ നിസ്കാരത്തിന്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ്. നമ്മൾ ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി, റുക്കുഅയിലേക്ക് പോകുമ്പോൾ റുക്കുഅയിലുള്ള പ്രാർത്ഥന, ഇഅ്തിദാലിൽ വരുമ്പോൾ, അങ്ങനെ ഓരോ പ്രാർത്ഥനകളും അവസാനം അത്തഹിയ്യാത്തിൽ നമ്മൾ ചൊല്ലുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു, അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ പാപങ്ങൾ പുറത്തുതരാനും നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കും സ്വർഗപ്രവേശനത്തിനും, അങ്ങനെ നമ്മുടെ നിസ്കാരം എന്ന് പറയുന്നത് തന്നെ കംപ്ലീറ്റ്ലി നമുക്കുള്ളൊരു ദുആ ആണ്. നമ്മൾ റബ്ബിനെ മറക്കും എന്ന് തോന്നുമ്പോൾ ആ സമയത്ത് റബ്ബ് നമ്മൾ എന്താക്കാണ്, അവനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിസ്കാരത്തിലേക്ക് വിളിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾക്ക് നമ്മുടെ നിസ്കാരം എന്ന് പറയുന്നത് വേറൊരു ചടങ്ങാണ്, അല്ലെങ്കിൽ അതൊരു നിർബന്ധമായ ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു എന്നതിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിൽ നിന്നും മാറി അള്ളാഹു തആലയെ ഓർമ്മിക്കാൻ വേണ്ടി, എൻ്റെ റബ്ബിനോട് എനിക്ക് സംസാരിക്കണം എന്നുള്ള നീയത്തില് ആ നിസ്കാരത്തെ എനിക്ക് ഏറ്റവും കൺകുളിർമയുള്ള ഒരു നിസ്കാരമാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്നുകൂടെ ദുആ വായിക്കാം. ഈ ദുആ അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് മുത്തഫഖുൻ അലൈഹി ആയിട്ട് വന്നിട്ടുള്ളതാണ്, അഥവാ ബുഖാരി മുസ്ലിമും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ സ്വഹീഹായി വന്നൊരു ദുആ ആണ്. അത് മാത്രമല്ല, സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളൊക്കെ വജ്ജഹത്തു ചൊല്ലുന്നവരാണ്. വജ്ജഹത്തുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് നമ്മൾ ചൊല്ലുന്ന അനമിനൽ മുസ്ലിമീൻ എന്ന് പറയുന്ന അവിടെ വരെ അല്ല, അതിന് ബാക്കിയും ഉണ്ട്. കുറച്ച് വലിയ ദുആ ആണ് വജ്ജഹത്തു എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏതൊരു ദുആ ചൊല്ലുമ്പോഴും അതിനെ പകുതിക്ക് വെച്ചിട്ട് നിർത്തരുത്, അതിന്റെ പൂർണ്ണ രൂപം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ രീതി. വജ്ജഹത്തു എന്താണ് സ്വഹീഹായി വന്നൊരു പ്രാർത്ഥന തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു ദുആ ആണ്. അത് നമ്മൾ പൂർണ്ണമായും ചൊല്ലാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ചെറിയ ദുആ, ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പൂർണ്ണമായും ചൊല്ലാൻ പറ്റുന്ന ഒരു ദുആ കൂടിയാണ് ഈ ഒരു ദുആ എന്ന് വരുന്നത്. اللهم باعد بيني وبين خطاياي كما باعدت بين المشرق والمغرب. اللهم نقني من خطاياي كما ينقى الثوب الأبيض من الدنس. اللهم اغسلني من خطاياي بالثلج والماء والبرد. بالماء والثلج والبرد എന്ന് മറ്റൊരു റിപ്പോർട്ടിലും നമുക്ക് കാണാവുന്നതാണ്. ബറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറൻ. അല്ലാഹു തആല പറഞ്ഞതിനേക്കാളേറെ കേട്ടതിനേക്കാളേറെ നമ്മുടെ അമലിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും നമസ്കാരങ്ങൾ നമുക്ക് ഏറ്റവും ലജ്ജത്തോടു കൂടി അതിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അതിന്റെ ലക്ഷ്യം അത് നേടിക്കൊണ്ട് ആ ഒരു ഖുർറത്ത് ഐനായിക്കൊണ്ട് നിസ്കരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين فاستغفروه إنه الغفور الرحيم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.